السلام عليكم ورحمة الله تعالى وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي المنان. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു സദസ്സിലിരിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, സ്വലാത്ത് വിശ്വാസിയുടെ ആയുധമെന്ന ശീർഷണത്തിൽ കുറഞ്ഞ വാക്ക് സംസാരിക്കാനാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിട്ടുള്ളത്. സ്വലാത്തിനെ കുറിച്ച് പറയുമ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ടും ഒന്നും ആവില്ലെന്നറിയാം. ആയുധമെന്ന് പറഞ്ഞാൽ എവിടെയും വിജയിക്കാനുള്ള ഒന്നാണ്. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇഹത്തിലും പരത്തിലും വിജയിക്കാൻ നമുക്ക് ഏറ്റവും നല്ല ആയുധം അസ്വലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെ അറിയാകുന്ന ഖുർആനിലെ സൂക്തമായ ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹും അവൻ്റെ മാലാകമാരും ഹബീബായ തങ്ങളെ മേലിൽ നിരന്തരമായി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങളും സ്വലാത്ത് ചൊല്ലുക. അല്ലാഹു എന്തിനാണ് നമ്മെ ഭൂമി ലോകത്തേക്ക് പറഞ്ഞു വിട്ടതെന്തിനാ? നമ്മളൊക്കെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? അള്ളാഹുവിനെ കുറിച്ച് അറിയാനാണ്, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാനാണ്. അള്ളാഹുവിനെ അറിയാനുള്ള ഏറ്റവും നല്ല മാർഗം ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ മാത്രമാണ്. ഹബീബിലൂടെ അല്ലാതെ ഒരാൾക്ക് അള്ളാഹുവിനെ തിരിച്ചറിയാൻ നമുക്ക് സാധ്യമല്ല. അവിടുത്തെ മൗനാനുവാദങ്ങളും മറ്റു പ്രവൃത്തികളും ഖൗലുകളൊക്കെ അള്ളാഹുവിനെ അറിയാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തമാശക്ക് പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത, ആരെ വെച്ച് നോക്കിയാലും അതിനൊക്കെ ഉന്നതിയിൽ നിൽക്കുന്നവരാണ് ഹബീബായ തങ്ങൾ. അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം ഒരു കളങ്കവുമില്ലാതെ നമുക്ക് എത്തിച്ചു തന്നതുകൊണ്ടാണ് ഇന്നും ഇസ്ലാം നമ്മുടെ കയ്യിൽ ഒരു കളങ്കവുമില്ലാതെ നിലനിന്നു പോകുന്നത്. ആ ഹബീബായ നമ്മുടെ നേതാവിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക, അത് നമുക്ക് അനിവാര്യമുള്ളതാണ്. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പാപികളാകുന്ന നാം ചൊല്ലുന്ന സ്വലാത്ത് കൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? സ്വലാത്ത് കൊണ്ട് ലക്ഷ്യമാക്കേണ്ടത് ഹബീബായ താങ്കൾക്ക് വേണ്ടി എന്നല്ല. നാം ചൊല്ലുന്ന സ്വലാത്ത് കൊണ്ട് നാം ലക്ഷ്യമിടേണ്ടത് അള്ളാഹുവിൻ്റെ കൽപ്പനയെ ഞാൻ പിൻപറ്റലാകുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പനയെ ഞാൻ പിൻപറ്റി അനുസരിക്കുക. അത് മുഖേന അത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുക്കുക എന്നാണ് നാം സ്വലാത്ത് കൊണ്ട് ലക്ഷ്യമാക്കേണ്ടത്. ഒരുപാട് ധാരാളം സ്വലാത്തുകൾ ചെല്ലാൻ ഹബീബായ തങ്ങൾ പല ഹദീസുകളായി പറഞ്ഞത് നമുക്ക് കാണാം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ വല്ലാതെ സന്തോഷിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ സ്വഹാബാക്കൾ പോയി ചോദിക്കുന്നുണ്ട്, അല്ലയോ ഹബീബായ തങ്ങളെ, ഇന്ന് വളരെ സന്തോഷത്തിലാണല്ലോ, എന്താണ് കാരണം? ഹബീബായ തങ്ങൾ പറഞ്ഞു, സ്വഹാബ, എങ്ങനെയാണ് ഞാൻ സന്തോഷിക്കാതിരിക്കുക?
ഇന്ന് ജിബ്രീൽ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതെന്തെന്നറിയോ? ഓ ഹബീബായ തങ്ങളെ, അങ്ങയുടെ പേരിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു അവനിക്ക് 10 നന്മകൾ നൽകുന്നു, 10 തിന്മകൾ മായ്ക്കപ്പെടുന്നു, 10 പദവികളെ ഉയർത്തപ്പെടുന്നു. ഒരു സ്വലാത്ത് കൊണ്ട് കിട്ടുന്ന നേട്ടമാണ് നാം ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കിയത്. ഏതൊരു അമലാണെങ്കിലും ജനങ്ങളെ കാണണമെന്ന വിശ്വാസത്തോടുകൂടെ ആഗ്രഹത്തോടുകൂടെ അത് ചെയ്തു കഴിഞ്ഞാൽ അത് വിഫലമാണ്, അത് നമുക്ക് ലഭിക്കുകയില്ല. എന്നാൽ ഏത് സമയത്തും എപ്പോഴും എങ്ങനെയും ഏത് ഉദ്ദേശം വെച്ച് ചെയ്താലും നമ്മളിൽ നിന്ന് സ്വീകരിക്കുന്ന ഒരേ ഒരു അമലുണ്ടെങ്കിൽ ഹബീബായ തങ്ങളെ മേലിലുള്ള സ്വലാത്തു മാത്രമാണ്. അതുകൊണ്ട് സ്വലാത്ത് അധികരിപ്പിക്കാൻ നാം ശ്രമിക്കണം. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, എന്നിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസം, ദിവസങ്ങളിൽ ഏറ്റവും നേതാവായ വെള്ളിയാഴ്ച ദിവസമാണ്. നിങ്ങൾ നോക്കൂ, ഹബീബായ തങ്ങൾ നേതാവാണ്, ലോകത്തിന് മുഴുവനും നേതാവാണ്. ദിവസങ്ങളിൽ നേതാവോ വെള്ളിയാഴ്ചയാണ്. അന്ന് ചൊല്ലുന്ന സ്വലാത്ത് നേരെ എന്നിലേക്കാണ് എത്തുക എന്ന് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ വെള്ളിയാഴ്ച ദിവസത്തിൽ ഇക്സാറു സ്വലാത്താക്കിയാൽ, സ്വലാത്തിനെ വെള്ളിയാഴ്ച അധികരിപ്പിച്ചാൽ നാളെ മഹ്ശറിൽ ഞാൻ അവനിക്ക് ശഫാഅത്ത് നൽകുമെന്ന് ഹബീബായ തങ്ങൾ നമ്മോട് അരുളിയിട്ടുണ്ട്. സ്വലാത്ത് അധികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എത്രയാണ് എണ്ണമെന്ന് മഹാന്മാര് ചർച്ച ചെയ്യുന്നത് നമുക്ക് കാണാം. അബൂ ത്വാലിബുൽ മക്കി എന്ന മഹാൻ അവർ ഒന്ന് ഉദ്ധരിക്കുന്നുണ്ട്, സ്വലാത്ത് അധികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് 300 സ്വലാത്താണ്. നമ്മ ഒരു ദിവസത്തിൽ 24 മണിക്കൂർ ലഭിക്കുന്ന നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് 300 സ്വലാത്ത് ചെല്ലാൻ ആർക്കും കഴിയും. പക്ഷേ നാം അതിനൊന്നും തയ്യാറാകുന്നില്ല എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ അവിടുന്നൊരിക്കൽ പറയുകയുണ്ടായി, അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അവിടുന്ന് ഒരു മലക്കിനെ കാണുകയാണ്. മശ്രിഖ് മുതൽ മഗ്രിബ് വരെ നീളമുള്ള, അതിൻ്റെ ചിറക് നീളമുള്ളതായ ഒരു മലക്ക്. ആ മലക്കിൻ്റെ പണി എന്തെന്നറിയോ? എൻ്റെ പേരിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ആ മലക്ക് വെള്ളത്തിൽ മുങ്ങുന്നു, പിന്നീട് അത് പൊങ്ങുന്നു. ആ മലക്കിൽ നിന്ന് എത്രത്തോളം വെള്ളം മുതിർന്ന് വീഴുന്നുണ്ടോ അത്രയും മലക്കുകളെ അള്ളാഹു സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടെന്നറിയോ? എൻ്റെ പേരിൽ ആ സ്വലാത്ത് ചൊല്ലിയ മനുഷ്യനില്ലേ, അവന് ഖിയാമത്ത് നാളോളം ഈ മലക്കുകൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്ക്, സ്വലാത്തിൻ്റെ ഒരു പവിത്രതയാണ്. അത്രയും മലക്കുകൾ നമുക്ക് വേണ്ടി ഒരു സ്വലാത്ത് ചൊല്ലിയതിൻ്റെ പേരിൽ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. മുത്തുനബിയുടെ സാമീപ്യം ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. 1,04,000 നബിമാർ നാളെ മഹ്ശറ വൻസഭയിൽ, അതുപോലെ സ്വഹാബാക്കൾ, മറ്റു അംബിയാ മുർസലീങ്ങൾ, ആലിമീങ്ങളൊക്കെ ഒരുമിച്ച് കൂടി മുത്തുനബിയാകുന്ന കേന്ദ്രബിന്ദുവിനെ വലയം ചെയ്തിരിക്കുമ്പോ പാപക്കറകളാൽ കുളിച്ച നമ്മൾ എങ്ങനെയാണ് ഹബീബായ തങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക? അതിന് ഹബീബായ തങ്ങൾ തന്ന മാർഗമെന്താ? എൻ്റെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുവീൻ. ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവരാരുണ്ടോ അവരായിരിക്കും നാളെ എൻ്റെ കൂടെയുണ്ടാവുക. അൽ മർഉ മഅ മൻ അഹബ്ബ, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുക, എന്നാൽ നിങ്ങൾ എൻ്റെ കൂടെയുണ്ടാകും. മഹാനായ ഹസനുൽ ബസ്രി തങ്ങളടുത്തേക്ക് ഒരു സഹോദരി വന്നിട്ട് പറയുന്നുണ്ട്, ഓ ഹസന് തങ്ങളെ, എൻ്റെ മകള് വഫാത്തായി പോയിട്ടുണ്ട്, ആ മകളെ ഒന്ന് സ്വപ്നത്തിൽ കാണണം. അവിടുന്നതാ ഹസന് തങ്ങൾ അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. അങ്ങനെ ആ സ്ത്രീ മടങ്ങിപ്പോവുകയും അന്ന് രാത്രി സ്വപ്നത്തിൽ കാണുകയാണ്. സ്വന്തം മകളെ എങ്ങനെയാണ് കാണുന്നതെന്നറിയുമോ? അതേ നരകത്തിനതാ ധാറിൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ചങ്ങലയാൽ കാല് മുഴുവനും അണിയിച്ചൊരുക്കിയിട്ട് വേദനാജനകമായ അവസ്ഥയിൽ കണ്ടപ്പോ ഈ ഉമ്മ അവിടുന്ന് നെട്ടിയെണീക്കുകയാണ്. ഉടനെ ഹസനുൽ ബസ്രി തങ്ങൾ അടുത്തുപോയി വിവരം പറയുന്നു. മഹാനവറുകൾ ആ സ്ത്രീയെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിടുന്നു. അന്ന് രാത്രി അതാ ഹസനുൽ ബസ്രി തങ്ങളെ മനാമിലേക്ക് ഒരു സുന്ദരിയായ, സ്വർഗത്തിൽ ഏറ്റവും ഉന്നമതിയായ
സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ചെറിയ നല്ല സുന്ദരിയായ ഒരു സ്ത്രീ കടന്നു വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നു, ഹസനുൽ ബസ്രി തങ്ങളെ, എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഞാൻ ആരെന്ന് നിങ്ങൾക്കറിയുമോ? ഇന്നലെ വന്ന ആ ഉമ്മയുടെ മകളാണ് ഞാൻ. ഹസനുൽ ബസ്രി ഉടനെ ചോദിച്ചു, നിന്റെ ഉമ്മ നിന്റെ അവസ്ഥയെ കുറിച്ച് ഇതല്ലല്ലോ പറഞ്ഞത്. അവിടുന്ന് പറഞ്ഞു, ഹസനുൽ ബസ്രി തങ്ങളെ, എൻ്റെ ഉമ്മ പറഞ്ഞതുപോലെ വലിയ വേദനാജനകമായിരുന്നു. പക്ഷേ എൻ്റെ കൂടെയുള്ള ഖബറാളികൾ മുഴുവനും അങ്ങനെ വേദനാജനകമായ അവസ്ഥയിലായിരുന്നു. ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഖബറാളികൾക്ക് വേണ്ടി ഒരു സ്വലാത്ത് ചൊല്ലി ഹദിയ ചെയ്തതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് മുഴുവനും ഈ പദവി ലഭിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ പദവിയിലെത്തിയതെന്ന് പറയുമ്പോൾ നരകത്തിൽ കിടന്നിരുന്ന ആ സ്ത്രീയെ മുഴുവനും ആ ഖബറാളികളെ മുഴുവനും ഒരു സ്വലാത്ത് കൊണ്ട് സ്വർഗത്തിന്റെ ഉന്നമതിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, സ്വലാത്തിന്റെ മഹത്വം എത്രയാണെന്ന് നാം മനസ്സിലാക്കണം. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് സ്വലാത്ത് ചെല്ലാൻ കഴിയാത്തത്? ഏറ്റവും നല്ല അമല് അത് മുടക്കാൻ പിശാച് നമ്മുടെ രക്തബന്ധം പോലെ നമ്മോട് കൂടെയുണ്ടാകും. അതിനൊക്കെ തള്ളിമാറ്റി നമുക്ക് സ്വലാത്ത് കൊണ്ട് അധികരിപ്പിച്ച് ഹബീബായ തങ്ങളിൽ നിലനിൽക്കാൻ കഴിയണം. അവിടുത്തെ സന്തോഷം നേരിടാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.